ഇറ്റ്സ് മീ ശ്വേതാപ്പി. അപ്പം ഞാൻ ഇന്നുള്ളത് നമ്മുടെ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലുള്ള പാമ്പാർ ലോഗ് ഹൗസിലാണ് കേട്ടോ. അപ്പോൾ ഇത്തവണത്തെ യാത്ര എനിക്ക് തന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. കാരണം ഇതിനു മുന്നേ ഞാൻ പോയിട്ടുള്ള മഴക്കാടുകൾ പോലെയൊന്നും അല്ല കേട്ടോ, ഇതൊരു ഡ്രൈ ഫോറസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വ്യത്യസ്തമായ ക്ലൈമറ്റ് കാരണം ട്രെക്കും സ്റ്റേയും ഒക്കെ കുറച്ച് ചലഞ്ചിങ് ആയിരുന്നു. അപ്പം നിറയെ കാട്ടാനകളും മറ്റു പല വന്യമൃഗങ്ങളും ഉള്ള ഈ ചിന്നാർ കാട്ടിലെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടാലോ. വീഡിയോ മുഴുവനായി കാണണേ. അപ്പോൾ കേരള തമിഴ്നാട് ബോർഡർ ചെക്ക് പോസ്റ്റിനോട് ചേർന്നുള്ള ഈ വനജോത്സന എന്ന ബിൽഡിങ്ങിലാണ് 2 മണിക്ക് എത്തി ഫോമൊക്കെ ഫില്ല് ചെയ്തിട്ട് നമ്മുടെ പാമ്പാർ ലോഗ് ഹൗസിലേക്ക് ട്രെക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പാക്കേജിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് വഴിയെ പറഞ്ഞുതരാം കേട്ടോ. ഇവിടുന്ന് നമ്മൾ കാട്ടിലൂടെയുള്ള ട്രെക്ക് സ്റ്റാർട്ട് ചെയ്യുവാണേ. അപ്പോൾ ഈ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ തന്നെ സ്റ്റേ ചെയ്യാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ചൂസ് ചെയ്തത് പാമ്പാർ ലോഗ് ഹൗസ് ആണ്. അപ്പോൾ ഇത്രയും ഓപ്ഷൻസിൽ നിന്ന് എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്റ്റേ തന്നെ ചൂസ് ചെയ്തതെന്ന് ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ബുക്കിംഗ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടേ. ഈ ചിന്നാർ കാടുകളിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ജീവികളിൽ ഒന്നാണ് കേട്ടോ ഈ ഹനുമാൻ ലങ്കൂർ അല്ലെങ്കിൽ ഇന്ത്യൻ ഗ്രേ ലങ്കൂർ. ഇതുങ്ങളെ ഇതുപോലുള്ള ഡ്രൈ ഫോറസ്റ്റിലാണ് കാണാറ്. ഇതാണ് മങ്കി ബ്രിഡ്ജ്. ഫോറസ്റ്റ് റൂട്ടിൽ പലയിടത്തും ഇതുപോലെ കുരങ്ങുകൾക്ക് ക്രോസ് ചെയ്യാനായിട്ട് ഇത് കെട്ടിയിരിക്കുന്നത് കാണാൻ പറ്റും. നമ്മളിപ്പോൾ ചിന്നാർ പുഴയുടെ സൈഡിലൂടെയാണ് നടക്കുന്നത്. ഈ ഒരു ട്രെക്കിന്റെ പകുതിയും ഈ റിവറിന്റെ സൈഡിലൂടെയാണ്. കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ബോർഡർ ആയിട്ടാണ് ചിന്നാർ പുഴ ഒഴുകുന്നത്. അപ്പൊ പുഴയ്ക്ക് അപ്പുറം തമിഴ്നാടിന്റെ ആനമലൈ ടൈഗർ റിസർവിന്റെ ഭാഗമാണ്. അപ്പൊ ഇവിടെ ഏകദേശം തമിഴ്നാടിന്റെ ചൂട് ക്ലൈമറ്റ് തന്നെ ആണ് കേട്ടോ. പിന്നെ ഇത് റെയിൻ ഷാഡോ ഏരിയ കൂടി ആയതുകൊണ്ട് മഴ തീരെ കുറവാണ്. നമ്മളിപ്പോ പുഴയോട് ചേർന്ന് നടന്നു പോകുന്നത് കൊണ്ടാണ് ചുറ്റും പച്ചപ്പ് കാണുന്നത്. ഇനി കാടിന്റെ ഉള്ളിലേക്ക് പോകുന്തോറും മൊത്തം വരണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതെന്തായാലും നമുക്ക് വഴിയേ കാണാം. ഈ വേരുകളൊക്കെ തന്നെ നോക്കിക്കേ. ഇത്രയും വണ്ണമുള്ള വേരുകളൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം എത്രമാത്രം പൊക്കവും വണ്ണമുള്ള മരങ്ങളായിരിക്കും ഇവിടെ ഉള്ളതെന്ന്. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതൊക്കെ നേരിട്ട് കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. അപ്പൊ കാട്ടിലൂടെ നമ്മൾ ട്രെക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഉയരമുള്ള മരങ്ങളിൽ ഇരുന്നുകൊണ്ട് പല ജീവികളും നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടാവും. അപ്പൊ ഇതുപോലുള്ള വലിയ മരങ്ങൾ പലയിടത്തായിട്ട് വീണ് കിടക്കുന്നതിലൂടെ പല ഉപകാരങ്ങളും കൂടി ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതിലൂടെ ഒഴുകി വരുന്ന ഇലകളും മറ്റു പല വേസ്റ്റുകളും അവിടെ തങ്ങി നിർത്തിക്കൊണ്ട് ക്ലീൻ ആയിട്ടുള്ള വെള്ളമായിരിക്കും ഇവിടെ നിന്ന് ഒഴുകി പോകുന്നത്. അങ്ങനെ ഈ മരം ഒരു നാച്ചുറൽ ഫിൽട്ടർ ആയിട്ട് വർക്ക് ചെയ്യും. ഈ ചിന്നാറും പാമ്പാർ നദിയും ഒഴുകി ചേരുന്ന ഇടമാണ് കൂട്ടാർ. എന്നിട്ട് അത് ഒഴുകി ചേർന്നെത്തുന്നത് തമിഴ്നാടിന്റെ അമരാവതി റിസർവോയറിലാണ്. അങ്ങനെ പോകുന്ന വഴി ഒരു അപ്പൂപ്പൻ താടി കിട്ടിയിട്ടോ. കുറെ നാളായി ഇതൊരെണ്ണം കണ്ടിട്ട്. ഇന്ത്യൻ മിൽക്ക് വീഡ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇതിന്റെ ചെടിയിലാണ് കേട്ടോ മൊണാർക്ക് ബട്ടർഫ്ലൈസ് ഉണ്ടാവുന്നത്. ഇവിടെയാണെങ്കിൽ ഒരുപാട് ബട്ടർഫ്ലൈസിനെയും ഡ്രാഗൺ ഫ്ലൈസിനെയും ഒക്കെ കാണാം. പാമ്പാർ ലോഗ് ഹൗസിലെ സ്റ്റേ ആണ് നിങ്ങൾ ബുക്ക് ചെയ്യുന്നതെങ്കിൽ ഈ ചിന്നാർ പുഴയുടെ അരികിലൂടെ നമ്മൾ സ്റ്റേയിലേക്ക് പോകുന്ന ഈ വഴി തന്നെ ആയിരിക്കും ആദ്യത്തെ ഹൈലൈറ്റ്. വളരെ മനോഹരമായിട്ടുള്ളൊരു ഫോറസ്റ്റ് റൂട്ടാണ് കേട്ടോ ഇത്. 2 തവണ ഞാൻ മാനുകളെ കണ്ടെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങളുടെ കാലൊച്ച കേട്ടപ്പോൾ തന്നെ അതുങ്ങൾ ഓടിപ്പോകുന്ന കാഴ്ചയാണ് 2 തവണയും കണ്ടത്. പിന്നെ ഈ ഒരു പാക്കേജിൽ നമ്മുടെ ഒപ്പം വരുന്നത് 2 ഗൈഡ്സ് ആണ്. ഒരാളിപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്. ഈ ചേട്ടന്റെ പേരാണ് പ്രകാശ്. രണ്ടാമത്തെ ഗൈഡ് ഡിന്നറിനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് നേരെ ലോഗ് ഹൗസിലേക്ക് വന്നേക്കാവുന്ന പറഞ്ഞത്. നമ്മുടെ ഒപ്പമുള്ള 2 ഗൈഡ്സും ട്രൈബൽസ് ആണ്. ഇവിടെ അടുത്തുള്ള ചമ്പക്കാട് കുടിയിലുള്ളവരാണ് അവര്. അങ്ങനെ ചിന്നാർ പുഴയുടെ സൈഡിലൂടെ ഉള്ള നടത്തം കഴിഞ്ഞിട്ടോ ഇവിടെ നിന്ന് കയറ്റം തുടങ്ങുവാണ്. ഇവിടെ നിന്ന് തന്നെ ഇവരുടെ മറ്റൊരു സ്റ്റേ ആയ കൂട്ടാർ ലോഗ് ഹൗസ് കാണാം. ചിന്നാർ ലോഗ് ഹൗസ് എന്നും വിളിക്കും. ചിന്നാർ പുഴയോട് ചേർന്നുള്ളൊരു സ്റ്റേ ആയതുകൊണ്ട് ഈ വഴിയൊക്കെ ആനകൾ സ്ഥിരം വെള്ളം കുടിക്കാൻ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ലോഗ് ഹൗസിന് ചുറ്റും കരിങ്കൽ ഭിത്തികളാണ് പണിതിരിക്കുന്നത്. എന്തായാലും ഇതിനേക്കാളും അടിപൊളി ആംബിയൻസിൽ ഇരിക്കുന്ന ഒരു സ്റ്റേ ആണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്ന പാമ്പാർ ലോഗ് ഹൗസ്. നമ്മളിപ്പോൾ പാതി വഴി ആയിട്ടുള്ളൂ കേട്ടോ. ഇനി അങ്ങോട്ടേക്ക് നല്ല കയറ്റമാണ്. നല്ല ചൂടുമായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ സാധാരണ പോകുന്ന ട്രെക്ക് പോലെ അല്ല കേട്ടോ ഇത്. നല്ല ചുട്ടുകൊള്ളുന്ന ചൂടാണ് ഇവിടെ. പുഴയും ഞാനും തമ്മിലുള്ള ദൂരം കൂടുന്നതിനനുസരിച്ച് കാടിന്റെ വരൾച്ചയും കൂടിക്കൊണ്ടിരിക്കുന്നത് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം കേട്ടോ. ഇവിടെ എല്ലായിടത്തും കാക്ടസ് ഉണ്ട്. ഭയങ്കര ഡ്രൈ ഏരിയയാണ്.
മഴയൊന്നും ഈ അടുത്തെങ്കിലും എന്തായാലും പെയ്തിട്ടില്ല. നല്ല ചൂട്. നല്ല ഡ്രൈ ഏരിയ ആയതുകൊണ്ട് പെട്ടെന്ന് ഡീഹൈഡ്രേറ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വെള്ളം കുടിച്ച് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കണം. അങ്ങനെ നമ്മൾ പാമ്പാർ ലോഗ് ഹൗസ് എത്തി. ഈ ഒരു ചെറിയ വഴിയിലൂടെയാണ് നമ്മൾ ലോഗ് ഹൗസിലേക്ക് കടക്കുന്നത്. വീഡിയോയിൽ കണ്ടോ, ലെഫ്റ്റ് സൈഡിൽ മരങ്ങൾ കൊണ്ടുള്ള നാച്ചുറൽ ഫെൻസും റൈറ്റ് സൈഡിൽ കരിങ്കൽ ഭിത്തിയുമാണുള്ളത്. അതുകൊണ്ട് തന്നെ ആനയും കാട്ടുപോത്തും പോലുള്ള വലിയ വന്യമൃഗങ്ങളൊന്നും ഇങ്ങോട്ട് കടന്നു വരില്ല. ദേ ഇവിടെയാണ് കേട്ടോ ഞാൻ സ്റ്റേ ചെയ്യുന്നത്. 3 കിലോമീറ്റർ നടക്കാനുള്ളെങ്കിലും ഇവിടുത്തെ ചൂട് ഒരു രക്ഷയില്ല. നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ ബാഗിൽ മിനിമം വെയിറ്റ് മാത്രം എടുക്കുക. കാരണം ചെക്ക് പോസ്റ്റിൽ നിന്ന് ഒരാൾക്ക് 2 ലിറ്റർ വെള്ളമാണ് തരുന്നത്. ഈ വെയിറ്റ് ഒക്കെ നമ്മൾ തന്നെ ചുവന്നുകൊണ്ട് കയറണമല്ലോ. നമുക്ക് നേരെ ലോഗ് ഹൗസിന്റെ അകത്ത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഒറ്റൊരു റൂമുള്ളൊരു ചെറിയ ലോഗ് ഹൗസ് ആണത്. 2 പേർക്ക് ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ട് 3500 രൂപയാണ് റേറ്റ്. ഒരാളെ കൂടി ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. എക്സ്ട്രാ 1000 രൂപ കൂടി പേ ചെയ്താൽ മതി. 2 സിംഗിൾ ബെഡ് ആണ് ഇവിടെ ഉള്ളത്. പിന്നെ ഈ ലോഗ് ഹൗസ് ഫുള്ള് വുഡ് കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് പുറത്ത് നല്ല ചൂടുണ്ടെങ്കിലും അകത്തൊരു നോർമൽ ടെമ്പറേച്ചർ തന്നെയാണ് കേട്ടോ. ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. പക്ഷെ മോട്ടർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് പൈപ്പിൽ വെള്ളം വരില്ല കേട്ടോ. ആകെ 2 ബക്കറ്റ് വെള്ളമാണ് നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടുതൽ വെള്ളം ആവശ്യം വരുവാണെങ്കിൽ ഗൈഡ്സിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ താഴെ പുഴയിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് വരും. പിന്നെ ഇവിടെ പ്ലഗ് പോയിന്റ്സും ലൈറ്റ്സും ഒക്കെ ഉണ്ട്. പക്ഷെ ഫാൻ ഇല്ല. എല്ലാം സോളാർ പവറിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. കാടിന്റെ നടുവിലുള്ള സ്റ്റേ ആയതുകൊണ്ട് വലിയ ഫെസിലിറ്റീസ് ഒന്നുമില്ല. ഒരു രാത്രി തങ്ങാനുള്ള ബേസിക് ഫെസിലിറ്റീസ് ഒക്കെ തന്നെയുള്ളൂ. ഇവിടുന്ന് നേരെ കാണുന്ന വ്യൂ പാമ്പാർ റിവർ ആണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ദേ ഈ വഴി നമുക്ക് പുഴയിലേക്ക് ഇറങ്ങാൻ പറ്റും. അത് നമുക്ക് എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാം കേട്ടോ. നമുക്ക് ഈ പാക്കേജിന്റെ ഒപ്പം ഒരു ഫോറസ്റ്റ് ട്രക്ക് ഇൻക്ലൂഡഡ് ആണ്. അത് വൈകിട്ടോ അല്ലെങ്കിൽ അടുത്ത ദിവസം രാവിലെയോ ആയിരിക്കും. ഞാൻ അടുത്ത ദിവസം രാവിലെയാണ് കേട്ടോ പോണേ. ട്രക്ക് പോകുന്നത് ഈ വഴി കയറിയാണ്. പിന്നെ ഇവിടെ ആയിട്ട് ഒരു ചെറിയ കമ്പിവേലി കൂടി കെട്ടിയിട്ടുണ്ട്. നോക്കിയേ, നമ്മുടെ ഇപ്പോൾ ഗൈഡില്ലേ, അവര് വിറകെടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ കിട്ടിയതാണ്. നല്ല ഫ്രഷ് തേനാണ്. നോക്കി ഇത് കഴിക്കാവോ? ചില ആൾക്ക് അത് തടവല്ലേ, മറ്റേ ഇങ്ങനെ തട്ടും തേനും കാണിക്കില്ല. അത് ഒറിജിനല്ല. ഈ എല്ലാം ഇവിടെ പാവും കാണും, ശർക്കര പാവും. അതുകൊണ്ട് തെളിച്ചുവിട്ട അങ്ങനെ എടുക്കത്തുള്ളൂ. ചെറിയ തേനീച്ചയാണോ? അതെ, ചെറിയ തേനീച്ച. അതിങ്ങനെ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും. ഇത്രയും ഫ്രഷ് ആയിട്ട് കളക്ട് ചെയ്ത തേൻ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ചെറിയ തേനീച്ചയുടെ കൂടാണിത്. അതുകൊണ്ടാണ് ഇത്രയും ചെറിയ സൈസ്. മാത്രമല്ല ഇതൊരു ചെറിയ കൊമ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വലിയ തേനീച്ചയുടെ കൂടാണെങ്കിൽ ഇതുപോലെ നല്ല ഉയരമുള്ള മരങ്ങളിലായിരിക്കും. വലിയ കൂടുമായിരിക്കും. ഒരുപാട് തേനും കിട്ടും. ഇത്രയും ഉയരങ്ങളിലുള്ള തേൻ കളക്ട് ചെയ്യാനായിട്ട് ട്രൈബൽസ് മരത്തിൽ ഇതുപോലെ മുളയാണി അടിച്ച് വഴിയുണ്ടാക്കി റിസ്ക് എടുത്താണ് മരങ്ങളിൽ കയറുന്നത്. ഈ ഒരു വീഡിയോ ക്ലിപ്പ് ഞാനൊരു തവണ വാഴച്ചൽക്കാട്ടിൽ പോയപ്പോൾ എടുത്താണ്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണേ. വീഡിയോ ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ ചേട്ടൻ ഇതിൽ നിന്ന് തേനെടുത്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം അത്. നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക കടകളിൽ നിന്നും കിട്ടുന്ന തേൻ പഞ്ചസാരയും ശർക്കരയും ഒക്കെ മിക്സ് ചെയ്ത് വരുന്നതായിരിക്കും. അങ്ങനെയുള്ളവ കഴിക്കുന്നതിനേക്കാളും നല്ലത് കഴിക്കാതിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഈ കട്ടയായി ഇരിക്കുന്നത് ബീസ് വാക്സ് ആണ്. ഇത് സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട പല കണ്ടീഷൻസിനും ട്രീറ്റ് ചെയ്യാനായി ഉപയോഗിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ തേനീച്ച കൂടുകൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഇതുപോലെ തന്നെ കാട്ടിൽ നിന്നുള്ള പച്ചമരുന്നുകളും പല ഉൽപ്പന്നങ്ങളും ശേഖരിച്ചു വിൽക്കുന്നത് ഒട്ടുമിക്ക ട്രൈബൽസിന്റെ ഒരു വരുമാന മാർഗമാണ്. വനജോത്സന പോലെയുള്ള ഈക്കോ ഷോപ്സിലേക്കായിരിക്കും ഈ റോ പ്രൊഡക്ട്സ് ട്രൈബൽസ് ആദ്യം വിൽക്കുന്നത്. എന്നിട്ട് ഈ ഈക്കോ ഷോപ്സ് ആണ് ഇതൊക്കെ പാക്ക് ചെയ്ത് പബ്ലിക്കിലേക്ക് സെല് ചെയ്യുന്നത്. ഇതിപ്പോ എനിക്ക് കഴിക്കാൻ വേണ്ടി എടുത്തു തന്നതാണ് കേട്ടോ. ഇതിൽ ബീസ് വാക്സും കിടപ്പുണ്ട്. കഴിച്ചോക്കണേ കേട്ടോ. സൂപ്പർ.
നല്ല മധുരം. ഇവിടെ കുരങ്ങു ശല്യം ഉണ്ട് കേട്ടോ. ചായയൊക്കെ എടുത്തു വെച്ച പഞ്ചസാര ഒക്കെ ഇവന്മാർ എടുത്തോണ്ട് പോയി. അതുകൊണ്ട് ചായയിൽ തേൻ ഒഴിച്ചിട്ടാണ് ഞാൻ കുടിക്കുന്നത്. ഞാൻ ദേ പുഴയിൽ ഇറങ്ങി കുളിക്കാൻ പോവാണ്. എന്തായാലും 2 ബക്കറ്റ് വെള്ളമേ നമുക്ക് ടോയ്ലറ്റിൽ അത്യാവശ്യത്തിന് ഉപയോഗിക്കാനുള്ളൂ. അതുകൊണ്ട് ലോഗ് ഹൗസിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു പുഴ ഉള്ളത് എന്തായാലും സൗകര്യമാണ്. നമ്മളിങ്ങോട്ട് വരുന്ന വഴി കണ്ട കൂട്ടാർ ലോഗ് ഹൗസിന്റെ ഫ്രണ്ടിലും പുഴയുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് വീണ്ടും ഒരു 1.5 കിലോമീറ്റർ കാട്ടിലൂടെ നടന്നിട്ടാണ് നമ്മൾ ഇപ്പൊ നിൽക്കുന്ന പാമ്പാർ ലോഗ് ഹൗസിൽ എത്തിയത്. അപ്പൊ കാടിന്റെ കുറെ കൂടി ഉള്ളിലായിട്ടുള്ളത് ഈ പാമ്പാർ ലോഗ് ഹൗസ് ആണ്. ഇതൊരു ഡ്രൈ ഫോറസ്റ്റ് ആയതുകൊണ്ട് വാട്ടർ സോഴ്സസ് തീരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ പുഴയുടെ ചുറ്റുവട്ടത്തായിട്ട് ഒരുപാട് വൈൽഡ് ആനിമൽസിനെ കാണാൻ സാധിക്കും. ദേ ഈ പുഴയിൽ നിന്നുള്ള നമ്മുടെ പാമ്പാർ ലോഗ് ഹൗസിന്റെ വ്യൂ നോക്കിക്കേ. കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴേക്കും ഇവിടെ ഫുഡ് ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ ഡിന്നർ ചപ്പാത്തി മുട്ടക്കറിയാണ് കേട്ടോ. ഇതാണ് സബീഷ്, നമ്മുടെ 2ാമത്തെ ഗൈഡ്. ആ കാണുന്ന ഷെഡിലാണ് നമ്മുടെ ഗൈഡ്സ് 2 പേരും തങ്ങുന്നത്. പിന്നെ ഡിന്നറിന് സ്പെഷ്യലായിട്ട് ചിക്കനോ ബീഫോ വേണമെങ്കിൽ നിങ്ങൾ വരുന്ന വഴി ടൗണിൽ നിന്നും ആവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നാൽ മതി കേട്ടോ. ഇവർ തന്നെ പ്രിപ്പയർ ചെയ്ത് തരും. അടുത്ത ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. അത് നാളെ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് നേരെ വനജോത്സനയിൽ പോയിട്ടാണ് കഴിക്കുന്നത്. ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇതിന്റെ ഫ്രണ്ടിൽ അങ്ങനെ അനിമൽ സൈറ്റിങ്സ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നാളെ രാവിലെ ഒരു ട്രക്ക് ഉണ്ട്, അപ്പൊ നോക്കാം. നല്ല വിശപ്പ് ഉണ്ടായതുകൊണ്ട് ഫുഡ് റെഡിയായപ്പോ തന്നെ ഞാൻ വേഗം കഴിച്ചു. ഇവിടെ പുറത്തൊക്കെ നല്ല ഇരുട്ടായി. ഞാൻ കിടക്കാൻ പോവാട്ടോ. അപ്പൊ നാളെ കാണാം. ഗുഡ് നൈറ്റ്. രാവിലെ 6 മണിയായപ്പോഴേക്കും ഞാൻ എഴുന്നേറ്റ് നേരെ പുഴയിലേക്ക് പോയി ഒന്ന് ഫ്രഷ് ആയി. ഇവിടെ രാവിലത്തെ വ്യൂ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ മഴ ഒന്നും പെയ്തു തുടങ്ങിയിട്ടില്ല. മഴക്കാലമാണെങ്കിൽ ഇതുപോലെ പുഴയിലൊന്നും ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. ഞാൻ ഇപ്പൊ നിൽക്കുന്നിടത്തൂടെ ഒക്കെ വെള്ളം കുത്തിയൊലിച്ച് ഒഴുകുന്നുണ്ടാവും. നമുക്ക് വേഗം ഒരു ചായ കുടിച്ചിട്ട് നേരെ ട്രെക്കിങ്ങിന് പോവാം. ഇത് ഡ്രൈ ഫോറസ്റ്റ് ആയതുകൊണ്ട് രാവിലെ സൺലൈറ്റ് അടിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഇവിടെ നല്ല ചൂടാവും. ഇപ്പൊ തന്നെ 7:30 ഇനിയും ഇറങ്ങിയില്ലെങ്കിലും നല്ല പൊരിഞ്ഞ വെയിലായിരിക്കും. അതുകൊണ്ട് നമുക്ക് ലേറ്റ് ആവാതെ ട്രെക്കിംഗ് പോയിട്ട് വരാം. നമ്മളിപ്പോ പോകുന്ന റൂട്ട് ഒരു 3 കിലോമീറ്ററിനടുത്ത് ദൂരം ഉണ്ടാവും. തുടക്കം നല്ല കുത്തനെയുള്ള കയറ്റാണ് കേട്ടോ. ഈ റൂട്ട് കാടിന്റെ കുറച്ചുകൂടി ഉള്ളിലേക്കായതുകൊണ്ട് വൈൽഡ് ആനിമൽ സൈറ്റിങ്സ് കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. ഇത്രയും ദൂരം കയറി കേട്ടോ നമ്മള്. ഇനിയും ഒരുപാടുണ്ട് നടക്കാനായിട്ട്. ഇവിടെ എല്ലായിടത്തും ഇതുപോലെ കുറെ മുൾച്ചെടികൾ കാണാം. പല വെറൈറ്റീസ് ഉണ്ട്. ഫ്രൂട്ട്സ് ഉണ്ടാവുന്നതും ഫ്ലവേഴ്സ് ഉണ്ടാവുന്നതും ഒക്കെ ഉണ്ട്. ഇവിടെ ഒട്ടുമിക്ക പ്ലാന്റ്സിനും ട്രീസിനും മുള്ളുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇടുങ്ങിയ വഴികളിലൂടെ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം. അങ്ങനെ കാടിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇവിടെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് കാട്ടിലൊരു അനക്കം ശ്രദ്ധിച്ചത്. ആദ്യം ഞാൻ വിചാരിച്ചത് കാട്ടുപോത്താണെന്ന്. പക്ഷെ പയ്യെ മരങ്ങളൊക്കെ ഒടിഞ്ഞു തുറങ്ങുന്ന ശബ്ദങ്ങൾ കേട്ടു തുടങ്ങി. അപ്പോഴാണ് മനസ്സിലായത് ഇത് കാട്ടുപോത്തൊന്നുമല്ല, സാക്ഷാൽ കാട്ടാന തന്നെയാണെന്ന്. പിന്നെ മരങ്ങൾ പലയിടത്തായിട്ട് അനങ്ങുന്നത് കണ്ടപ്പോൾ ഒരു കൂട്ടം തന്നെ ഉണ്ടെന്ന് മനസ്സിലായി. അത്ര ദൂരെയൊന്നും അല്ലായിരുന്നു കേട്ടോ. പക്ഷെ ഈ മരച്ചില്ലുകൾക്കിടയിലൂടെ അതിനെ ഒന്ന് കണ്ടുകിട്ടാൻ കുറെ ബുദ്ധിമുട്ടി. 3 വലിയ ആനകളും ഒരു കുട്ടിയാനയും ഉള്ളൊരു കൂട്ടമായിരുന്നെന്ന് കുറച്ച് മാറി നിന്ന് നോക്കിയിട്ട് നമ്മുടെ ഗൈഡ് പറഞ്ഞു വന്നു. കുട്ടിയാന കൂടെ ഉള്ളത് കൊണ്ട് വലിയ ആനകളൊക്കെ പ്രൊട്ടക്റ്റീവ് ആയിരിക്കുമല്ലോ. അതുകൊണ്ട് അധികം നേരം ഇവിടെ നിന്ന് അതുങ്ങളെ പ്രൊവോക്ക് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ അവിടെ നിന്ന് ഈ മെയിൻ വ്യൂ പോയിന്റിലേക്ക് നടന്നു തുടങ്ങി. അങ്ങനത്തെ നമ്മൾ വ്യൂ പോയിന്റ് എത്തി. ഇത്ര ദൂരം നടന്നത് ഈ ഒരു വ്യൂ പോയിന്റ് എത്താൻ വേണ്ടിയാണ്. ഈ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ ചുറ്റും ഇങ്ങനെ മലനിരകൾ നിൽക്കുന്നത് കാണാം. ഒരു ഭാഗത്ത് കൊടൈക്കനാൽ ഹിൽസ്, മറ്റൊരു ഭാഗത്ത് വട്ടവട ഹിൽസും പിന്നെ മറയൂർ കാന്തല്ലൂർ ഹിൽസും 1-2 ട്രൈബൽ സെറ്റിൽമെന്റ്സും ഒക്കെ നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ പറ്റൂട്ടോ. ഇപ്പൊ ലോഗ് ഹൗസിലേക്ക് തിരിച്ചു പോകുവാണ്. പോകുന്ന വഴി നമ്മൾ നേരത്തെ കണ്ട ആനക്കൂട്ടത്തിന്റെ കാൽപ്പാടുകളും കണ്ടു. അതുങ്ങളുടെ മുന്നിൽ പോയി പെടാനത് ഭാഗ്യമായി.
ദാ തിരിച്ച് ലോഗ് ഹൗസ് എത്തി. എനിക്കിവിടെ ഇഷ്ടപ്പെടാനൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഇവിടെ നല്ല എലിശല്യം ഉണ്ട് കേട്ടോ. ഈ സീലിങ്ങിലും ചുവരിലും ഒക്കെ നിറയെ മാളങ്ങളാണ്. എലികൾ തുരന്ന് വെച്ചേക്കുവാണ് ഇവിടെ. രാത്രി ഈ ഫ്ലോറിലൂടെ ഒക്കെ എലി ഓടി നടക്കുന്നത് കാണായിരുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് കാടാണ്, വലിയ ലക്ഷറി ഒന്നും പ്രതീക്ഷിക്കേണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ഈ കിടന്നുറങ്ങുന്നിടത്തൊക്കെ എലി ഓടി നടക്കുന്നത് എനിക്കൊട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഇങ്ങനൊരു സ്റ്റേ പ്രൊവൈഡ് ചെയ്ത് ടൂറിസ്റ്റിനൊക്കെ ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യുമ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ഇവർ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. നമ്മളപ്പോൾ ഇവിടെ നിന്ന് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ അരുവിയുടെ സൈഡിൽ കൂടി പോയിക്കൊണ്ടിരിക്കണേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എന്നാലേ ഉള്ളൂ ഇതുപോലെയുള്ള വീഡിയോസ് ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.